ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിന്നിരിക്കും. അത് ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല. ഞാനും എന്റെ പിള്ളേരും അങ്ങ് വിഷം നിന്ന് എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നു. അങ്ങേരെ വല്ല വിഷമോ ഈ 11 വർഷത്തിനിടെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ? പൊന്നുപോലെ നോക്കി എന്റെ പ്രതിഫലമായത്. പതുക്കെ ഇപ്പൊ ഇത്ര മാത്രം ആദ്യം എടുക്കാൻ എന്താ ഉണ്ടായേ? കാള പെറ്റൂന്ന് പറഞ്ഞ് ചാടി കറക്കാൻ ചെല്ലരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട്. എന്റെ ഓപ്പേ, ഒരാഴ്ചയായി തലയ്ക്ക് വെളിവോട് അതിയനെ കണ്ടിട്ട്. കാലത്ത് മുതൽ കുടി തന്നെ കുടി. നിനക്കിപ്പോ അവന്റെ കുടി നിർത്തണോ അതോ വയനാട്ടിലുള്ള ക്രിസ്ത്യാനി പെണ്ണുമായിട്ടുള്ള ബന്ധം താർക്കണോ? എന്തെങ്കിലും ഒരു കാര്യം പറ. അവളെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങിയതാ ഈ മാറ്റം. വയനാട്ടിൽ ചെന്നാ കുടിക്കത്തില്ലെന്നാ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ പറഞ്ഞത്. ഇവിടെ വന്ന് കേറുമ്പോഴേ ഉള്ളൂ അങ്ങനെ മുടിഞ്ഞ കുടി. എടി ആണുങ്ങളായ കുടിക്കും. നമ്മുടെ അച്ഛൻ മൂക്കറ്റം കുടിക്കത്തില്ലായിരുന്നു? കുടിക്കുമായിരുന്നു. ഇതങ്ങനെ വലുതാണോ? നേരം വെളുത്ത ഷാപ്പിലോട്ട് ഇറങ്ങും. എന്നോടും പിള്ളേരോടും തൊണ്ട തുറന്നൊരു വർത്താനം പറയത്തില്ല. അരി തീർന്നു, മുളക് തീർന്നു. 2 ദിവസം കൂടിയാ ഇന്നലെ ഇത്തിരി വറ്റി വേവിച്ചത്. പള്ളിക്കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേര് മേശ നിന്ന് പിഴയ്ക്കുന്നു. എന്നാ പിന്നെ നിനക്ക് ഇത്തറ്റ വന്ന അരിയോ സാധനങ്ങളോ ചോദിച്ചു മേടിക്കാമായിരുന്നില്ലേ? അല്ല, ഇവിടത്തെ സ്ഥിതി അല്പം ഞെരുങ്ങലിലാണെങ്കിലും 2-3 കിലോ അരി മറിക്കാനുള്ള സാഹചര്യമൊക്കെ ഈ ശിവൻപിള്ളയ്ക്കുണ്ട്. നീ അങ്ങനെ ചോദിക്കാനും പറയാൻ ആളില്ലാത്തോളൊന്നുമല്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാനിനി എന്നതാ ഒപ്പേ ചെയ്യേണ്ടത്? നീ നാളെ കാലത്തെ നമ്മുടെ കരയോഗ മന്ദിരം വരെ ഒന്ന് വാ. കരയോഗ സെക്രട്ടറി ഗോവിന്ദപിള്ള സാറിനെ കണ്ട് നമുക്ക് സംസാരിക്കാം. നിയമപരമായിട്ട് നീങ്ങുന്നതാണ് ബുദ്ധി. നാരകത്തറ 301 നമ്പർ കരയോഗത്തിന്റെ ധനശേഖരണാർത്ഥം കാവാലം സരസ്വതി വിലാസം LP സ്കൂളിൽ ഉദയായുടെ ഭാര്യ 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 ഒന്നോണത്തുമ്പികൾ പാറിക്കളിക്കുന്ന കാവാലം സരസ്വതി വിലാസം LP സ്കൂളിന്റെ വർണ്ണ വൈവിധ്യമാർന്ന പ്രപാളികളിൽ ഭാര്യ. മലയാള സിനിമയിലെ താരസിംഹാസനങ്ങൾ കീഴടക്കിയ സത്യനും രാഗിണിയും മത്സരിച്ചഭിനയിക്കുന്ന ഉദയായുടെ ഭാര്യ. കാണാൻ മറക്കരുത് ഉദയായുടെ ഭാര്യ. ഒരു ദിവസം 4 കളികൾ ഉദയായുടെ ഭാര്യ. കുടുംബ സദസ്സുകളെ കണ്ണീരിലാഴ്ച കണ്ണീർ കാവ്യം. തങ്കപ്പ വള്ളം കരകടിപ്പിക്കേ. ഞാൻ കാർത്തിയാനിയുടെ ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞു തീർത്തിട്ട് കാവന്തറ പാലത്തിനടുത്തേക്ക് വന്നേക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഭാര്യയും കൊണ്ട് നെടുമുടി വഴി ഒന്ന് കറങ്ങിച്ചു വാ. പിന്നെ പുളിങ്കുന്ന് മുതൽ പള്ളിത്തോട് വരെ നോട്ടീസ് വിതരണം വേണ്ട, പിരിവ് കുറവാ. അപ്പൊക്കെ ശിവൻപിള്ള വന്നിട്ട് ഒരുപാട് നേരമായ വന്നേ ഉള്ളൂ. കരയോഗത്തിന് ഒരു ഓഡിറ്റോറിയം പണിയാൻ വേണ്ടിയിട്ടുള്ള സിനിമാ പ്രദർശനമാണ്. കാർത്തിയാനി ഭർത്താവിനെ പിള്ളേരെ കൂട്ടി സിനിമ കാണാൻ വരണം. നല്ല സ്വയംഭം സിനിമയാ ഭാര്യ. കുടുംബിനികൾ കണ്ടിരിക്കേണ്ട ചിത്രമാ. വാ അകത്തോട്ടിരിക്കാം. താക്കോൽ ശാസ്താവേ ഇരിക്കേ. അപ്പൊ കാർത്തിയാനി ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓണെങ്കിൽ പോട്ടെ, പോയി പണി നോക്കാൻ പറ. ഇവിടെ ഉറപ്പിട്ടെ, ബാക്കി ഞാൻ വേണ്ട പോലെ എഴുതി പിടിപ്പിച്ചോളാം. പിരിയാനല്ല ഗോവിന്ദപിള്ള സാറേ, പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ വഴിയുണ്ടെന്ന് അറിയാൻ വന്നതാ. പ്രഥമൻ 3 ശരി. തേങ്ങാക്കൊത്ത് കുറച്ചുകൂടെ മൂക്കാനുണ്ടല്ലോ. ആരാ പിരിയാൻ വന്നത്? അത് ചെറിയങ്കണ്ടത്ത് ചന്ദ്രന്റെ ഭാര്യ അംബിക. എനിക്ക് തെറ്റിപ്പോയി സാറേ. കാശ് 2 മതി. സാറേ ഇനി പോകിക്കോ. എന്റെ പെങ്ങള് കാശ് കൊടുത്തു. അയാള് പോയോ? കാശ് കൊടുത്തു? അത് വേണ്ടായിരുന്നു. കാർത്തിയാനി, നിന്റെ നായരിപ്പ് സ്ഥലത്തുണ്ടോ? ഇപ്പോഴും താമര തന്നെയാണോ? മനസ്സിലായില്ലേ? താമര എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവൻ എന്നർത്ഥം. മദ്യം കൈകൊണ്ട് തൊടാത്ത ആളായിരുന്നു സാറേ. 10ാമതേതിന് വിഷുവിന് പോലും ഒരു തുള്ളി കുടിക്കത്തില്ലായിരുന്നു. എന്നിട്ട് എപ്പോ തുടങ്ങി കുടി? എന്റെ സാറേ, കഴിഞ്ഞ വെള്ളിയാഴ്ച തെക്കേക്കര ഗുരുമന്ദിരത്തില് സാംബശിവന്റെ കഥാപ്രസംഗമായിരുന്നു. ഈ കൊച്ചാട്ടനെ കാത്തിരിക്കുന്ന കാരണം ജാനുവിന് കഥാപ്രസംഗത്തിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. വേണ്ടി ചെയ്യേ അനീസ, ഞാൻ 3 വട്ടം കേട്ടതാ. ആ കൊച്ചിനെ കൊണ്ടേ കിടത്തി ചെയ്യേ. അതിരുന്ന് ഉറക്കം തൂങ്ങുന്ന കണ്ടില്ലേ? നല്ല ശേലായി. അവനിനി അച്ഛൻ വന്ന് കഥാപ്രസംഗത്തിന് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ കളിപ്പാട്ടം കൈ കിട്ടാതെ കിടക്കപ്പാ കാണത്തില്ല. എന്തോന്ന് കളിപ്പാട്ടം ആടാ? ലോറി. ഓ, നേരം 10:10 ലാസ്റ്റ് ബോട്ട് വരേണ്ട നേരവും കഴിഞ്ഞു. ഇനിയിപ്പൊ നിന്റെ അച്ഛൻ കായലിൽ കൂടി ലോറി ഓടിച്ചു വരേണ്ടി വരും. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോടി ജാനു. ഓ, ഞാൻ ഇനി ഇത് തീർത്തിട്ടേ പോന്നുള്ളൂ ചെയ്യും. 5 മൂട്ടുകാരുമായുള്ള നിങ്ങളുടെ പിണക്കം തീർന്നോടി. ഓ, എന്തോന്ന് പിണക്കം എന്റെ ചെയ്യേ. ചിട്ടിവട്ട എത്തുന്ന ദിവസം പിണക്കം പമ്പ കിടക്കും. രവീന്ദ്രൻ കൊച്ചാട്ടൻ വന്നു തോന്നുന്നേ. പിടിച്ചേ
ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് അയ്യോ കൊച്ചേട്ടാ, എന്താ എന്താ പറ്റിയത്? എന്താ പെടഞ്ഞെന്ന് പറ. പേടിക്കണ്ട ചേച്ചി, തൈരോ പുളികളോ കൊടുത്താൽ മതി. പുള്ളിക്കാരി ഓവറായി പോയി. ഞങ്ങൾ വരുമ്പോഴേ തങ്കപ്പന്റെ ചാരായക്കടയുടെ അവിടെ കിടക്കുക. അതിനിങ്ങനെ കുടിക്കത്തില്ലല്ലോ. ഇത് വേറെന്തോ ചതിയാ. ദൈവത്തിനാണ് കുടിക്കാത്ത മനുഷ്യനാ. നിങ്ങളോട് പറഞ്ഞിട്ടാണ് അയാൾ കുടിക്കുന്നത്. ചാരായ കടക്കാരൻ തങ്കപ്പൻ പറഞ്ഞത് 6 മണിക്ക് അവിടോട്ട് കയറിയെന്നാ. 25 രൂപയുടെ ചാരായമായി അയാൾ അകത്താക്കി. അവനവന്റെ കപ്പാസിറ്റി അറിഞ്ഞിട്ട് വേണം കുടിക്കാൻ. ഇതങ്ങോട്ട് കൊടുത്തട്ടെ, ഇതങ്ങോട്ട് കുടിച്ചേ. കുടിക്ക്. എന്താ കൊച്ചേട്ടാ, കള്ള് കൈകൊണ്ട് തൊടാത്ത മനുഷ്യനാ. എന്റെ ദൈവങ്ങളെ, ഞാൻ എന്തായി കാണുന്നേ? കുടിക്കുക. ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുക എളുപ്പമാണ്. ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളോടും അടിച്ചമർത്തലോടും ചൂഷണത്തോടും പൊരുതണം. പൊരുതി ജയിക്കണം. സായുധ സന്നാഹങ്ങളുള്ള ഒരു ഭരണകൂടത്തിനെതിരെയാണ് 1-2 നാടൻ തോക്കുകളും ഓലപ്പടക്കവുമായി ഞങ്ങൾ പൊരുതുന്നത്. ചൂഷണത്തിന് ബലിയാടാകുന്നവരുടെയും മർദ്ദിതരുടെയും ആത്മാർത്ഥമായ പിൻബലം മാത്രമാണ് പ്രസ്ഥാനത്തിന്റെ ശക്തി സ്രോതസ്. സാറിന് ഈ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ? സാറേ, രവീന്ദ്രൻ സാറേ, ഇനി എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു, കഞ്ഞിയോ വല്ലോ. അളിയൻ ഇത്തിരി കഞ്ഞി കുടിക്കും. ജലപാനം തൊണ്ടേന്ന് ഇറങ്ങിയിട്ട് ദിവസം 4ആയി. കൊടുക്ക. എന്റെ അളിയൻ പെങ്ങളെയും പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കഴിക്കു വെച്ചേട്ടാ. ഇപ്പൊ ഒരാശ്വാസമായില്ലേ? എന്താ കൊച്ചേട്ടാ? ഡോക്ടറെ വിളിക്കണോ? എന്താ കൊച്ചേട്ടാ? ദേ അമ്മണി, കാലത്ത് അഹമ്മതി കാണിച്ചേ ഒരു ചെരുവം കാടിയാ നീ തൊഴിച്ചു തെറിപ്പിച്ചേ. ഇന്നത്തെ ദിവസം ഈ കച്ചിയല്ലാണ്ട് ജലപാനം കിട്ടുമെന്ന് നീ കരുതണ്ട. കേട്ടോടി മോളെ, നോക്കട്ടെ ആരാ ജയിക്കുന്നത്. എന്റെ ചെയ്യ ഒന്ന് നിർത്ത്. രവീന്ദ്രൻ കൊച്ചേട്ടനെ കാണാൻ 2 പേര് വരുന്നു. ഞങ്ങള് രവീന്ദ്രൻ പിള്ളയുടെ കൂടെ വയനാട്ടിൽ ജോലി ചെയ്യുന്നവരാ. ഞാൻ തോമസ്, ഇത് കൃഷ്ണൻകുട്ടി നായർ സാർ. എന്റെ വീട് പത്തനാപുരത്താ, സാറ് കാർത്തികപ്പള്ളിയിലും. അയ്യോ, ചായ ഒന്നും വേണ്ടെന്നേ. അകത്തേക്കിരിക്കാം. വേണ്ട മങ്ങളെ, ഇത്തിരി ധൃതിയുണ്ട്. നാട്ടിൽ വന്നപ്പോഴാ പിള്ള പനിയായിട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത്. എന്തായി, ഭേദമായോ? ഇന്ന് പോരാവുന്ന ഡോക്ടർ പറഞ്ഞു. എന്താ പെങ്ങളെ, പിള്ളക്ക് എന്താ പറ്റിയേ? വഴി ചോദിച്ചപ്പോ മാടക്കടക്കാരൻ ചെറുക്കം പറഞ്ഞു പിള്ള കുടിച്ചെന്നോ വഴി വീണെന്നോക്കെ. എന്താ പറ്റിയേ? എനിക്കൊന്നും അറിഞ്ഞൂടെ സാറുമാരെ. പിള്ളേരുടെ അച്ഛൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരും പുള്ളിക്കാരന്റെ വീട്ടുകാരും തലേ കൈവയ്ക്കുക. എന്താ അങ്ങേർക്ക് പറ്റിയേ? അതാ പെങ്ങളെ ഞങ്ങളും ആലോചിക്കുന്നത്. അല്ല, എന്താ അതിന്റെ കാരണം വല്ലതും പറഞ്ഞു? ഡ്യൂട്ടിയിൽ ശ്രദ്ധയില്ല, ഉറക്കമില്ല. കഴിഞ്ഞ കുറെ നാളായിട്ട് ലീവിലുമായിരുന്നു. അവിടെ വയനാട്ടിൽ വെച്ചങ്ങനെ തണ്ണിയാടി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അല്ലേ കൃഷ്ണ സാറേ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് വേണ്ടേ? ഏത് നേരവും പിള്ളേരുമായിട്ട് കളിതമാശ പറഞ്ഞു നടന്ന മനുഷ്യനാ. വയനാട്ടിലെ ഒരു വിശേഷവും പെങ്ങടെ അടുക്ക പറഞ്ഞിട്ടേ ഇല്ല. 2ാമത്തെ പ്രാവശ്യം പോയിട്ട് വന്നപ്പോ പുള്ളിക്കാരന്റെ കൂടെ ഇവിടെ പള്ളിക്കൂടത്തിൽ പഠിച്ച ക്രിസ്ത്യാനി പെണ്ണിനെ കണ്ടുവെന്നും അതിന്റെ സ്ഥിതി വളരെ മോശത്തിലാ, കെട്ടിയോൻ ചത്തുവെന്നൊക്കെയുള്ള കഥ പറഞ്ഞു. അതല്ലാതെ പിന്നെ ഇല്ല. കേട്ടോ പെങ്ങളെ, ഞങ്ങളിപ്പോ വന്നതിന്റെ പ്രധാന കാരണവും അതാ. ഞങ്ങളായിട്ട് അതെങ്ങനാ പെങ്ങളോട് പറയുന്നെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെങ്ങളുടെ വായിന്ന് തന്നെ അത് വന്ന് വീണത്. പറയുന്നോണ്ടൊന്നും തോന്നരുത്. രവീന്ദ്രൻ പിള്ള ഈ പറഞ്ഞ ക്രിസ്ത്യാനി പെണ്ണ് സാറാമ്മയും തമ്മിൽ ഇത്തിരി അടുപ്പത്തിലാ. സ്റ്റേഷന് പ്രശ്നമറിഞ്ഞ് SIയും സർക്കിളും ഒക്കെ താക്കീത് കൊടുത്തിരിക്കുക. രവീന്ദ്രൻ പിള്ളക്കാണെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. സാറാമ്മയുടെ വീട്ടുകാരട്ട് അതിന് സമ്മതിക്കുന്നുമില്ല. അവര് പറയുന്നത് നാട്ടിലെത്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞുവാ, അപ്പ ആലോചിക്കാന്ന. അല്ല, അവര് ബുദ്ധിയുള്ളവരാ. പക്ഷെ പിള്ള ഇങ്ങനെയൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞാ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അവിടെ നിന്നേ. നിങ്ങളുടെ ഉദ്ദേശം എന്താ പറ?
ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഇറങ്ങി തന്നിട്ട് വേണം ആ നസ്രാണിച്ചെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ അല്ലേ? എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല. നേരം വെളുക്കട്ടെ, ഞാൻ